വന്നു 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 പൊട്ടിച്ചു പൊട്ടിച്ചു പോന്നാടാ പൊട്ടിച്ചു പോന്ന പൊട്ടിക്കാനൊരു ബൈക്കാരനെ ഒന്ന് കൊണ്ടാ ഈകള് ചോറൊക്കെ നോക്കിയാ ബൈക്കാരനെ ഒന്ന് കൊണ്ട് ആഡംബര പോയിട്ട് യു അടിക്കണം ഇവിടുന്ന് ഡയറക്റ്റ് കയറ്റിയാ മതി നമുക്ക് ഞാൻ വണ്ടിന്റെ ബാക്കിലാണല്ലേ ഏത് 033 കൊട്ടവാസോ ഡേ അടാ ഏത് ഷോടാ ഈകള് ഏത് ഷോടാ വണ്ടി എടുത്ത് വണ്ടി സൈഡാക്ക് ഇവിടെ ഇവിടെ ഒതുക്കും അവിടെ നേരെ വെച്ചാ മതി അല്ലെങ്കിൽ നേരെ വെച്ചാ മതി നേരെ വെച്ചാ മതി പട്ടി ഷോടാ കാര്യം പറയല്ല സൗണ്ട് ആക്കണം ആവശ്യമില്ലാണ്ട് ഒച്ചാക്കുന്നുണ്ടോ ആവശ്യമില്ലാണ്ട് ആക്സിഡന്റ് കൊടുക്കുന്നുണ്ടോ ഷോടാ സംഭവം ഷോടാ പട്ടി ഷോ നീ ഇങ്ങനെ വെച്ചാ ബാക്കിയുള്ള വണ്ടി ടി വിയെ വാസുവാന്ന് പറഞ്ഞിട്ട് വാസു വണ്ണനാണെന്ന് പറഞ്ഞാ കൊച്ചിയിൽ പിള്ളേർ വഞ്ഞിക്കിടും കേട്ടാ എന്താണ് വെച്ചാ മുടയാണോ അപ്പൊ ഇതാണ് കൊട്ട വാസു ഇതാണ് കൊട്ട വാസു തിരിച്ചറാ ചാറോസിലിരിക്കാം അങ്ങനെയാണെങ്കിൽ വാ അകത്ത് കയറണം നമുക്ക് പുറത്താ പോരെ എന്നാലും round of applause. Eagle gaming everybody. Let's go. ഞാൻ ഇന്നലെ ഒരു ഡേറ്റിന് കൊണ്ടൊരു ഡേറ്റിംഗ് വന്നടാ അതാണ് എടാ എന്തെങ്കിലും നീ എന്നെ കുടിക്കാൻ പറഞ്ഞോട്ടാ നമ്മ കുറച്ച് ഒന്നും വേണ്ട ഫുഡ് കഴിച്ചിട്ട് എന്നാലും എന്തെങ്കിലും പറഞ്ഞു എനക്കൊരു കുഞ്ഞി കോഫി അസ്സലാമലൈക്കും കൊട്ടവാസം അല്ലേ കൊറേ കേട്ടിട്ടുണ്ട് ഇപ്പൊ കാണാൻ പറ്റിയ ഞാൻ കാര്യം പറയട്ടെ ഇന്നലെ ഇതേ സമയത്ത് ഇതേ സ്ഥലത്ത് ഞാനൊരു ഡേറ്റ് ചെയ്യായിരുന്നു ഡേറ്റ് പോലെ ആവോന്ന് എനിക്ക് സംശയം ഇത് ഡേറ്റ് പോലെ ആയല്ല ശരിക്കും ഇത് ഡേറ്റ് പോലെ ആയല്ല അതാരാ ഒന്നിച്ചു വന്നാരാ അതാണ് ഈഗിൾസ് കസിൻ ഞാൻ എന്നിട്ട് നിന്റെ മംഗലായി എന്ന് പറയുന്നട്ടെ കല്യാണമാണ് വിളിക്കാം എന്നെ വിളിക്കൂലെന്നറിയാ നിന്നെ എല്ലാരും വിളിക്കും പിന്നെ നിന്നെ വിളിക്കായിരിക്കും എല്ലാരും വിളിക്കും നീ പറഞ്ഞ ഫാമിലി മാത്രമായിട്ടുള്ള കല്യാണത്തിന് ഫാമിലി മാത്രമേ ഉള്ളൂ റിസപ്ഷൻ ആണ് എല്ലാരും വിളിക്കുന്നത് വീട്ടില് പൊള്ളിയാക്കണം ഞാൻ മൊത്തം പൊളിച്ച് കൈമത്തെ നീ ഒന്നും നോക്കണ്ട എല്ലാം ഞാൻ കൈമത്ത് തരും ചായ മതി ലോക്കോ ഞാൻ കണ്ട് എന്താ പറയാ നിക്ക് ഞാൻ ചോദിക്കട്ടെ ലോക്കോയിൽ IRL ലൈവ് ഞാൻ തുടങ്ങുമ്പോ പലരും പറഞ്ഞു തുടങ്ങണ്ട നടക്കൂല ഈ നാട്ടിലെ നെറ്റ് വെച്ച് നടക്കൂല ഈ നാട്ടിലെ സിറ്റുവേഷൻ വെച്ച് IRL ഒരിക്കലും നടക്കൂല എന്ന് പറഞ്ഞത് ഞാൻ ഫസ്റ്റ് ഡേ 24 hour IRL സ്ട്രീം ചെയ്ത് സെക്കൻഡ് ഡേ ഞാൻ ഇന്നലെ പോയിട്ട് കണ്ട എല്ലാവരെയും മീറ്റ് ചെയ്തി കൊച്ചിയിൽ കാണാൻ പറ്റുന്ന മാക്സിമം എല്ലാവരും സാബു മോന് കാർത്തിക് സൂര്യ മറ്റേ ബേബി ഡബ്ജി എല്ലാവരും പോയിട്ട് വെയിറ്റ് ചെയ്ത് ഡബിൾ IRL സ്ട്രീം ആക്കി നിന്റെ ഒരു അഭിപ്രായം എന്താ നമ്മുടെ നാട്ടിൽ IRL സ്ട്രീം കൊണ്ടുവരുന്ന കുറിച്ചുള്ള അഭിപ്രായം കൊച്ചിയാണ്ട് പിന്നെയും ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ സീൻ ഉണ്ടാവും ബാക്കിയെല്ലാം പക്ഷെ ഈ സാധനം ഇവിടെ ഇപ്പം വേറെ ചെയ്യണല്ലോ നീ ചെയ്യുന്നുള്ളൂ കൊച്ചിയല്ല ഞാൻ കണ്ണൂരിൽ
പിന്നെയും ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നെറ്റ്വർക്ക് സീൻ ഉണ്ടാവും ബാക്കിയുള്ളത്. പക്ഷേ ഈ സാധനം ഇവിടെ ഇപ്പം വേറെ ചെയ്യണില്ല, നീ ചെയ്യുന്നുള്ളൂ. കൊച്ചല്ല, ഞാൻ കണ്ണൂരിൽ പോയിട്ട് കൊത്തിക്കൊല്ല്. ഇതല്ലാന്ന് എന്റെ ഫാൻസ് എന്നോട് പറയല്. നിന്റെ ഫാൻസ് ചാറ്റിൽ വരുമ്പോഴേക്ക് 720p ആക്ക്, kbps ഇത്ര ആക്ക്, ബഫറിങ് ഇത്ര ആക്ക് എന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ ചാറ്റില് മറ്റേ KVTV ഫൈറ്റ് ആയിരിക്കും, നോക്കിയോ. അത് ഉറപ്പല്ലേ, ഉറപ്പാണ്. എപ്പായാലും. അയ്യോ ഉറപ്പാണ്. നീ അത് പറഞ്ഞ അത് ഉടനെ അടുത്തത് അങ്ങനെ എങ്ങോട്ടേ പോവുള്ളൂ, അത് ഉറപ്പാണ്. ബഫറിങ് ഇത്ര ആക്ക് എന്നൊക്കെ പറഞ്ഞത്. ഇപ്പൊ ചാറ്റില് മറ്റേ KVTV ഫൈറ്റ് ആയിരിക്കും, നോക്കിയോ. അത് ഉറപ്പല്ലേ, അത് ഉറപ്പാണ്. എപ്പായാലും. അയ്യോ ഉറപ്പാണ്. നീ അത് പറഞ്ഞ അത് ഉടനെ അടുത്തത് അങ്ങനെ എങ്ങോട്ടേ പോവുള്ളൂ, അത് ഉറപ്പാണ്. തുടങ്ങി ഞാനുള്ള കാസ്ട്രോ കണ്ടു. പിന്നാണ് കാസ്ട്രോ iPhone 15 Pro Max എടുക്കാൻ വേണ്ടിട്ട് ലുലുല് വന്നത്. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ, അല്ല ഞാൻ തലേന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു നാളെ ലുലുൽ പോകുന്നുണ്ട്, എന്റെ ഫോൺ ലോഞ്ച് ആണെന്ന് പറഞ്ഞു. വരുന്ന ചോദിച്ചോ, ഞാൻ വരാം. പിറ്റേ ദിവസം പോയി അവിടെ പോയി ഫുൾ പൊളിച്ച ടീ കൊടുത്ത്. രാവിലെ 8 മണിക്ക് അടുത്തേക്ക് പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാര്യം പറഞ്ഞില്ല, എനിക്ക് ഞാൻ ജനിച്ചതേ ഇതിനു വേണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം തമാശല്ല, എനിക്ക് IR സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമുള്ള പരിപാടിയാണ്. കാരണം ഞാൻ അത്രയും കാലം വീട്ടിൽ തന്നെ ഇരുന്ന് അളിഞ്ഞതാണ്. എനിക്കിത് മടുത്ത് പണ്ടാറടിയത്. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാണ്ട്. ഇത് എനിക്ക് പുറത്തിറങ്ങാൻ ഒരു കാരണം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വെളിയിലിറങ്ങി ഇങ്ങനെ ആൾക്കാരൊക്കെ കാണാൻ നീ സംസാരിക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ പറയട്ടെ, ഞാൻ സൗണ്ട് കുറക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈട ഞാൻ അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ആരെയും വേണം. ഇവിടെയുള്ള മുത്തശ്ശി ഉണ്ണകളാണ്. നീ നോക്കുക, ഇയാള് 55 വയസ്സുണ്ട്. ഞാൻ പറയട്ടെ, 55 വയസ്സുണ്ട്. അയാള് രണ്ടാമത്തെ മുന്നഞ്ചാവാം. ഞാൻ തമാശ പറയുന്നല്ല, അത്രയും വിഷമത്തിൽ ജീവിക്കുന്ന അയാളാണ്. അയാളൊന്നും നമ്മളെ കാര്യം ചിന്തിക്കാൻ പോലും അയാളെ തലയിലില്ല, സ്പേസ് അയാൾ കൊടുക്കാൻ കഴിയില്ല. പിന്നെ അമ്മച്ചി നോക്ക്, അമ്മച്ചി ഇന്നോ നാളെയോ ചാവും വിചാരിച്ചിട്ട് കാത്തിക്കുന്നത്. അവിടെ ഇവരെല്ലാം ചിന്തിച്ചിട്ട് ഞാൻ പറയട്ടെ, അല്ല ഇവരെല്ലാം ചിന്തിച്ചിട്ട് നമ്മള് മുണ്ടാണ്ടിരിക്കാൻ പറ്റാന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇവിടെ മുണ്ടാണ്ടിരിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ജോനാഥൻ വന്നിട്ട് വിട്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് റെസ്പെക്ട് കൊടുക്കും. അവിടെ എന്ത് സീൻ, ഞാൻ ഉള്ള ട്രൂത്ത് പറയുന്ന അവളെ അമ്മച്ചിന്റെ മോള് കൊള്ളാം. മോളെ കാണുന്ന ഞാൻ എനിക്ക് പോയിട്ട് ഭയങ്കര ധൃതിയുണ്ട്. എന്താ ധൃതി? ധൃതി എന്ന് പറഞ്ഞാൽ 11:30 കഴിഞ്ഞാൽ 12 മണിയാവും. മുന്നേ തിരക്കാണ്. കൊച്ചി നല്ല ഇടി കിട്ടും. ഞാനൊരു കാര്യം പറ്റ മനസ്സിലാക്കാം. കൊച്ചി നമ്മ കാണാത്തൊന്നുമല്ല. നമ്മ കൊറേ ഇടക്കിടന്ന് കളിച്ചതാണ്. തോക്കുംപടി പാലം കഴിഞ്ഞ് തോപ്പുംപടി പാലം കഴിഞ്ഞ് പിള്ളേർ ഇങ്ങോട്ട് പോകില്ല. ഡോക്കി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്നോട് ഡോക്കി എന്താ പറഞ്ഞറിയോ, ഇന്നലെ ഞാൻ ഫോൺ എടുക്കാൻ കാസ്ട്രോന്റെ ഫോൺ ലോഞ്ചിന് ഞാൻ പോയപ്പോൾ ഡോക്കി ഞാൻ കണ്ടു. ഡോക്കി പറഞ്ഞു, നീ എന്ത് കൊച്ചി കടന്ന് നീ എന്തും കളിച്ചോ, കൊച്ചി ആ ബോർഡർ വിട്ട് നീ കളിക്കാണ്ടെന്നാ മതി, കൊച്ചിന്റെ ഉള്ളിൽ നീ എന്ത് കളിച്ചാലും നമ്മളെ പിള്ളേർ നോക്കിക്കോളെന്ന് പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും പണി വരുമ്പോ അവനെ വിളിച്ചാൽ നല്ല പൂരം ഉറക്കമായിരിക്കും, അല്ലെ സ്ട്രീമിലായിരിക്കും. ചെയ്യുന്നവനാ കോള് വന്ന് റിജക്ട് ആക്കി വിടും. അവൻ 1v4 സിറ്റുവേഷനിലായിരിക്കും. എന്ത് ചെയ്യും? ഞാനൊരു കാര്യം പറയട്ടെ, 2 കാലുകൾ നമുക്ക് എന്തിനാ തന്നെ ഓടാൻ എവിടെ ഇടം വരെ ഓടാൻ പറ്റുന്ന അത്ര വരെ ഓടാൻ. ഞാൻ ഇന്നലെ പോലീസിനെ കണ്ട് ഓടിയോളാം. എനിക്ക് എന്തോ ഇപ്പൊ പോലീസിനെ കാണുമ്പോൾ പേടിയാവുന്നത് എന്താണെന്നറിയില്ല. ആ ഒറ്റ പ്രശ്നമാണ്. നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ബാക്കി എല്ലാം ഓക്കെയാണ്. നമുക്ക് ആൻസൈറ്റി അടിക്കുന്ന ഈ പോലീസിനെ കാണുമ്പോൾ നമുക്ക് എന്തോ ഇങ്ങനെ ഒരു സംഭവം അടിക്കും. എന്താണെന്നറിയില്ല. അപ്പൊ തന്നെ ഓടാൻ തോന്നും. ഇന്നലെ അങ്ങനെ തന്നെ ഇറങ്ങി ഓടി. പെട്ടെന്ന് പോലീസ് എന്തോ MLAക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി പോലീസ് വന്നതാണ്. ചനക്കാ അറിയില്ല. പെട്ടെന്ന് പോലീസ് വേണ്ടി എൻ്റെ അടുത്തേക്ക് വരുന്ന പോലെ പെട്ടെന്ന് അടിച്ചാൽ ഒരൊറ്റ ഓട്ടം ഓടി. ഓടിയോ നിന്ന് കുറേ അങ്ങോട്ട് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തേ ഞാൻ നിന്നില്ല. പിന്നെ പിന്നെന്താ ഇങ്ങനെയുണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് ഡേറ്റ് ചെയ്ത കാര്യം ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇങ്ങനെ ഞാൻ എൻ്റെ മൈൻഡിൽ പ്രൊജക്ട് ചെയ്യുന്നു. ഇന്നൊരു ഡേറ്റ് ആയിട്ട് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നോക്കിയെന്ന്. പക്ഷെ അത് കാണുന്നില്ല. അയ്യോ മോനെ, ഇമാജിൻ പോലും ചെയ്യരുത്. ചിന്തിക്കാൻ പോലും പറ്റൂല. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് വരുന്ന ജിബിത. ഓളെന്താക്കുന്നത്? എയർ ഹോസ്റ്റസ്. നീ 10 കോടി ഉണ്ടാക്കുക.
10 കോടിയാണ്. ആ ഇപ്പൊ അങ്ങനെയാണ്. 10 കോടി ഉണ്ടാക്കിയിട്ട് മംഗലം കഴിക്കാൻ പറ്റും. എല്ലാവരും അങ്ങനെ പറഞ്ഞു. മുബാസ് എല്ലാവരുടെ ഇത് അങ്ങനെയാണ്. 10 കോടി ഉണ്ടാക്കിയിട്ട് മംഗലം കഴിക്കാൻ പറ്റും. നമ്മള് 10 കോടി ഉണ്ടാക്കിയ ഇല്ല. പിന്നെ യു ഡോണ്ട് ഡിസേർവ് ടു മംഗലം. അല്ലേ കല്യാണം നീട്ടി വെക്കണം 10 കോടിയാവുന്നവരെ. അതാണ്. അപ്പൊ നീ 10 കോടി ഉണ്ടാക്കി ഞാൻ 10 കോടി ഉണ്ടാക്കിയിട്ട് മംഗലം കഴിക്കും. കാര്യം ഞാൻ 30 കോടി ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ 3 മംഗലം കഴിക്കും. 30 കോടി ഉണ്ടാക്കുവാണെങ്കിൽ 3 ലക്ഷം കഴിക്കും. ഏതാ ലാറ്റ് ഏതാ? കരിന്തുവാസം. യോ നീ സ്റ്റാർബക്സിൽ കയറലുണ്ടോ? ഞാൻ വല്ലപ്പോഴും. ഞാൻ ഇന്നലെ ആദ്യമായിട്ട് വന്നത്, ജീവിതത്തിൽ ആദ്യമായിട്ട്. ഓനെ വിളിക്കണം. വരും വണ്ടി ഒതുക്കിടാൻ പോയായിരിക്കും. അവിടെ ഉണ്ടോ? തനിച്ചിനെ വിളിക്കണം. താങ്ക് യു ടോപ്പി. നൈസ് ടു മീറ്റ് യു ബ്രദർ. ഐ ലവ് യു ബ്രദർ. അയ്യോ നമ്മൾ ആദ്യമായിട്ടാണല്ലേ കാണുന്നത്. നീ മറ്റേ മീറ്റപ്പിന് നീ വന്നില്ലല്ലോ. ജീവിതത്തിൽ ആദ്യം ഞാൻ ഒരു കാര്യം പറയട്ടെ. നിന്നെ ആ വീഡിയോയിൽ ഞാൻ സാധാരണ സ്ക്രീനിൽ ഒരാളെ കണ്ടിട്ട് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വ്യത്യാസം തോന്നില്ല. നിന്നെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നിന്നെ നേരിട്ട് ഒരു മാറ്റം എനിക്ക് തോന്നില്ല. പ്രൊജക്ട് ചെയ്ത് വെച്ച പോലെ ഉള്ളു. കറക്റ്റ്. അതിന്റെ ഉമ്മ സത്യം. റീൽസിൽ കാണുന്ന നീ, സ്ക്രീൻ ലൈവിൽ കാണുന്ന നീ, വീഡിയോസിൽ കാണുന്ന നീ സെയിം ഒരു മാറ്റം എനിക്ക് തോന്നില്ല. കാര്യം സ്ക്രീനിൽ കാണുന്ന അതേ ഒരു സ്ക്രീനിൽ ഞാൻ നോക്കി വീഡിയോ കോൾ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ ആലോചിക്കണത് നമ്മളിവിടെ ഇങ്ങനെ കോൺവെർസേഷൻ ഒക്കെ പറഞ്ഞിരിക്കണത് അവിടെ ഗൈസ് കം ഓൺ ഗ്രോ അപ്പ്. അഷ്കുവിന് വാങ്ങിക്കൊടുക്ക. എടാ അഷ്കുന് കുടിക്കാൻ വാങ്ങിച്ചു കൊടുത്താ. അഷ്കുവിന് വാങ്ങിച്ചു കൊടുക്കുക. എടാ എന്റെ വണ്ടി അടിച്ചടാ. നീ എന്റെ സ്റ്റോറി ഉണ്ട്. എന്റെ വണ്ടി അടിച്ചടാ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അവൻ വണ്ടിക്കകത്ത് എന്തോ പറിച്ചു കളയണേ. പറിച്ചു കളയാ സാധാരണ ഒരു വണ്ടി അടിച്ച ആൾക്കാർ അതല്ല. അത് ഞാൻ ലാസ്റ്റ് ഘട്ടത്തിലാണ് ഞാൻ ആ ക്യാമറ ഓൺ ആക്കിയത്. അതിന് മുന്നേ എന്തെല്ലോ സാധനം എടുത്ത് ഇങ്ങനെ എറിയുന്നുണ്ട് ഇവൻ. ഫ്രണ്ടിൽ നിന്ന് എന്തെല്ലോ സാധനം എടുത്ത് എന്തൊക്കെയോ പറിച്ചെറിയണം. ഞാൻ അപ്പുറത്തെ വണ്ടിയുടെ പാർട്സ് ഇടിക്കുന്നതിനകത്ത് ഇത് വീതെറിയായിരിക്കും. അതിന് മുന്നേ വണ്ടി ഇടിക്കുന്നതിന് ലിറ്ററലി ഒരു 30 minutes മുന്നേ വന്നിട്ട് ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. നമ്മളിത് കുറെ കണ്ടാന്ന് പറഞ്ഞു. ഞാൻ വണ്ടി ഓടിക്കുന്നത് ഞാനല്ല ഇവരെല്ലാന്ന് പറഞ്ഞ കുറെ ഡയലോഗെല്ലാം ഉണ്ടായിരുന്നു. മറ്റേ വണ്ടിക്കാർക്ക് സീനുണ്ടോ? ഇല്ലല്ല. അവർ അന്ന അറിയുന്ന ആളായിക്കൊണ്ട് ഒരു കേസൊന്നും ഇല്ല. ഓക്കെ. അവരായിട്ട് നമ്മൾ ഫുള്ള് കമ്പനി. അപ്പോൾ തന്നെ നമ്മൾ ഒന്നിച്ച് റൂം എടുത്ത് 2 വണ്ടിക്ക് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവർ ആ സ്വിഫ്റ്റിലുള്ളവരും നമ്മളെ വണ്ടിയിലുള്ളവരും നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു സ്ഥലത്ത് റൂം എടുത്ത് ഫുള്ളടിച്ചു പൊളി പാട്ട് ഇതെല്ലാം ഇന്ന് പബ്ബിൽ പോയി നമ്മൾ ഒന്നിച്ച്. നാളെ കഴിഞ്ഞിട്ട് അവരെ മീറ്റ് ചെയ്യണം. ഇപ്പോൾ പോയിട്ട് അവരൊന്നുകൂടി മീറ്റ് ചെയ്യണം. അതിൽ 2-3 ഗേൾസ് എല്ലാം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആർക്കും ഒന്നും പറ്റാത്ത നന്നായി. ഫ്രണ്ട്സന്മാർക്കൊന്നും ആയിട്ടില്ല. ബോഡി മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ പറയട്ടെ. ഓഡിയൻസ് അല്ല ഓഡിയൻസ് എന്നൊക്കെ പറഞ്ഞ ആസ് എ സ്ട്രീമർ ഞാൻ പറയാം. ആസ് എ സ്ട്രീമർ നമ്മളൊരിക്കലും ഓഡിയൻസിന്റെ ഇത് നമ്മൾ നിരസിക്കാൻ പറ്റില്ല. ഓഡിയൻസ് എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യണം. അതൊരു ഇതാണ്. ഒരു IRL എന്നല്ല, ഏത് സ്ട്രീമറായാലും പാലിക്കേണ്ട ഒരു നിയമമാണ്. ഓഡിയൻസ് ചാറ്റ് എന്ത് പറഞ്ഞാലും നമ്മള് ഞാനങ്ങനെ എന്റെ എത്തിക്സ് അങ്ങനെ. ഞാൻ പറയട്ടെ ഒരു കിസ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാം. എടാ എന്താ കുറച്ചായിരുന്നോ ടിഷ്യൂ ഉണ്ടോ? എടാ ടിഷ്യൂ എടുത്താ. ടിഷ്യൂ ഇരിക്കുന്ന ഈകളെ പരിചയപ്പെടുന്നില്ലേ? വാ ഇതെന്റെ ഫ്രണ്ടാ. ഉമ്മാമാന്ന് വിളിക്കല്. പരുന്തുവാസ് ഇവനക്കാവുന്നില്ല. ഇവൻ 2002 വന്നിട്ടില്ല. ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. GTA ആ ഗെയിം പോലും എന്താന്ന് അറിയില്ല എനിക്ക്. മാലിക്കിനെ കണ്ടിട്ട് മാലിക്കുണ്ടായിരുന്നു. അവിടെ മാലിക്കിന്റെ കേസ് എന്റെ മൈൻഡ് മൊത്തം ഈ വണ്ടി അടിച്ചതും അതിനെന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പോലും പൈസ ഇല്ല എന്നുള്ള അവസ്ഥ. കാരണം വണ്ടിക്ക് നല്ല കഷ്ടം വന്നിരുന്നു. നല്ല പണി കിട്ടീന്. അവരെ വണ്ടി പണിയെടുക്കണം. ഫുള്ള് തലപ്പിലാന്നിട്ട് ഇന്നത്തെ ഡേ പോയിട്ടാണ്. മാലിക്കിന്റെ കേസേ ഞാൻ മറന്നു. ഫുള്ള് ഒരു LD ആയിട്ട് ഞാൻ ഫുൾ ഡിപ്രഷൻ ആയിട്ട്
ഇനി ലൈവും ചെയ്യൂല, അവിടെ പോയി അങ്ങനെ തന്നെ ഇരിക്കുക, ഗെയിമാറ്റം കളിച്ചിരിക്കുക, കടന്നു പറഞ്ഞാൽ കഴിച്ചത്. പിന്നെ എന്തോ ഇതിന് ചാടി എണീച്ച് ലൈവ് ഇട്ട് ഓണാക്കി തുടങ്ങിയതാണ്. പിന്നെ എന്തെല്ലോ ആരെല്ലോ കണ്ട് എന്തെല്ലോ കോൺവെർസേഷനായി. മുബാസിനെ കണ്ട്, മുബാസ് നോക്കില്ലേ, അവനെ കണ്ട് അവൻ്റെ ഒന്നിച്ച് കുറേ സമയത്ത് ഇല്ല ചെയ്ത്. പിന്നെ ഗെയിമിലുള്ള ഒരു ഫ്രണ്ടിനെ കണ്ട് കുറെ ആൾക്കാരെ മുബാസല്ലേ ഈ കുറച്ച് നേരത്തെ അങ്ങനെ കാണാനോ പോവാണ്ട് നട്ടു എന്തോ തിരക്കെന്ന് പറഞ്ഞു. കാക്കനാട്, നീ കാക്കനാട് എന്നല്ലേ വരുന്നത്? അവൻ വിനീത് അവൻ കുടിച്ചു കാണത്തില്ല. അവിടെ ഒന്ന് വിളിക്കണോ? കൊടുത്തോ അവിടെ എന്തോ ഞാൻ എടുക്കാം, ഞാൻ എടുക്കാം. എന്റെ ബാക്കിലൊരു ടിഷ്യൂ ഉണ്ട്, തെറ്റിദ്ധരിക്കല്ല. എന്ത് പ്രകൃതി വിരുദ്ധം ഞാൻ എന്തായിട്ടാ കാണുന്നത് ബ്രോ? എന്റെ ഫാൻസാന്ന് തോന്നുന്നു. ബ്രോ നിന്റെ കളിക്കുന്നത് അതാ കണ്ടാ, ഞാൻ കൈകൊണ്ടിരുന്ന പോലെ ആക്കി, നീ കൈകൊണ്ടിരുന്ന പോലെ ഇങ്ങനെ ആക്കി. കുടിച്ചാ ചായ കുടിച്ചാ? ഈകളറിയാം എനിക്ക്. ഹലോ. ഓ നിങ്ങള് ഹസ്കുക്ക് ഈകളറിയാം എൻ്റെ അമ്മോ. ഞാൻ കിള്ളം പോസിട്ട് നമുക്ക് രണ്ടാം കുറച്ചിന്റെ വേറെ എടുക്കാം. കിള്ളം പോസിറ്റ് എന്നിട്ട് എടുക്കാം. എന്നിട്ട് കഥ പറയാനില്ല. എനിക്കോ അൾട്ര. ഓ ഇന്ന് എത്ര പൈസ? ദുബായിന്ന് എടുത്താ കഴിഞ്ഞ വർഷം എടുത്താ. അവിടെ നിന്ന് ഇത്രയും ഓർമ്മയില്ല. ഇവിടത്തെ ഒക്കെ ഭയങ്കര കുറവാണ്. അവിടെ ഐഫോണൊക്കെ അവിടെ നിന്ന് എടുക്കുന്നതല്ല. ഞാൻ ഇതും അവിടെ നിന്ന് എടുത്തത്. നിന്നെ നേരിട്ട് നീ കറക്റ്റ് പരന്തുവാസം തന്നെയാണ്. ഒരു മാറ്റം ഇല്ലടാ. കാര്യം പറയാം. എനിക്ക് എന്നെ കണ്ടെന്ന് തോന്നുന്നു. റിയൽ ലൈഫിലെ ഞാനും സ്ക്രീനിലെ ഞാനും തമ്മിലുള്ള വ്യത്യാസം പറ. ഇല്ല നീ ഇത് നല്ല ശരിക്കാ അങ്ങനെ തന്നെ. ക്യാപ്പ് മാറ്റിയപ്പോ കറക്റ്റ് എക്സാക്ട്. അവിടെ ഞാൻ പറയട്ടെ, എന്റെ കൊറേ കാലമായിട്ടുള്ള ആഗ്രഹം, നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല. വണ്ടി പഠിക്കണമെന്നുണ്ട്. എന്റെ വണ്ടി വരുമോ? വണ്ടിക്ക് എഞ്ചിനൊരു ആ എഞ്ചിൻ കണ്ട ക്യാമറ നമ്മുടെ തിരിക്കല്ലേ പൊട്ടാ. എടാ വണ്ടി എനിക്ക് ഓടിക്കാൻ തരുമോ? വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അറ്റ്ലീസ്റ്റ് നീ ഒരു വണ്ടി ഓടിച്ചെന്ന് മര്യാദ ഓടിച്ച് ഏതെങ്കിലും ഒരു വണ്ടി ഓടിച്ച് കാണിച്ചാൽ തരാം. പ്ലീസടാ, ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം, കുറച്ച് ദൂരം. ഒന്നും സംഭവിക്കുന്നു. ആരാ വിളിച്ചേ? ഗേൾ ഫ്രണ്ടാ? എന്തോ കണ്ടില്ല, കട്ട് ചെയ്തു. എന്താടാ? ഏടാ വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് ഞാൻ ഉറപ്പായിട്ടും ഇങ്ങനെയല്ല പഠിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മ ഓൺലൈനിൽ പഠിക്കുന്നതും നേരിട്ട് പഠിക്കുന്ന തമ്മിൽ വലിയ വ്യത്യാസം. നമ്മൾ GTA കാർ ഓടിക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഏകദേശം. അല്ല കീബോർഡ് ബാലൻസിന്റെ അല്ല ഞാൻ പറയട്ടെ, ഒരു ഏകദേശം നമുക്ക് ഓൺലൈനിൽ കാണുന്ന എനിക്ക് അങ്ങനത്തെ ഒരു തലയുണ്ടടാ. ഞാൻ യൂട്യൂബിലെല്ലാം നോക്കിയിട്ട് പല കാര്യങ്ങളും റിയൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചെല്ലാം ചെയ്തിട്ടുണ്ട്. ചെയ്തില്ല, ട്രൈ ചെയ്യണം. എല്ലാ കാര്യങ്ങളും നടക്കൂലെന്നല്ല, ഞാൻ ട്രൈ ചെയ്തിട്ടാണ്. ആർക്കറിയാം. ഞാനില്ലേ ആർച്ചറി ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഈ ഒരു ഗെയിമുണ്ട്, ആർച്ചറിന്റെ ഒരു ഗെയിമുണ്ട്. ആ ഗെയിമിൽ ആർച്ചറി ചെയ്യുമ്പം ഈ അമ്പ് ടാർഗറ്റിനെക്കാളും കുറച്ച് മുകളിലേക്ക് വിട്ടാൽ ഇങ്ങനെ അടുത്തുമ്പോൾ തലക്ക്, ഈ പബ്ജിയിൽ ഇറങ്ങുന്നതിന് മുന്നേ 10-15 കൊല്ലം മുമ്പാണ് ഈ അമ്പ് ടാർഗറ്റിലേക്ക് വിട്ടാൽ ടാർഗറ്റിനെ കുറച്ച് മുകളിൽ വിട്ടാലേ താല് കറക്റ്റ് പോയിട്ട് കൊള്ളൂ എന്നുള്ളൊരു സംഭവം ഞങ്ങൾക്ക് ഗെയിമിൽ നിന്ന് കിട്ടിയതാണ്. പണ്ടത്തെ ഏതോ ഗെയിമിൽ നിന്ന് കിട്ടിയത്. അത് ഞാൻ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്തപ്പോൾ
എനിക്ക് കറക്റ്റ് സ്കൂളിൽ നിന്ന് രാത്രിയിൽ കൊള്ളിക്കാൻ പറ്റി. ഞാൻ കാര്യം പറയട്ടെ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. എനിക്കൊരു വിശ്വാസം ഉണ്ട്, എനിക്ക് ജസ്റ്റ് ഒന്ന് ഒരു 10 സെക്കൻഡ് ഓടിക്കാൻ പറ്റിയ ഓക്കെ ആവുന്ന എനിക്ക് തോന്നുന്നു. ഹലോ എടാ, ഞാൻ തൊപ്പിയുടെ ലൈവിലാണ്. ഞാൻ തൊപ്പിയെ മീറ്റ് ചെയ്തത്. ഓ, ഞാൻ തൊപ്പിക്ക് സംസാരിക്കണോ ഞങ്ങൾക്ക്? ഹലോ ഹലോ, ഹായ് ഹായ്, ഐ എം ഗുഡ്, ഹൗ ആർ യു? മലയാളിയല്ലേ? മലയാളിയല്ലേ? ഹലോ ഹലോ. ആ ഓക്കെ 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 ഓക്കെ. ഈകളുടെ ഫിയാൻസി ആണല്ലേ? ജിബിത എന്നല്ലേ പേര്? എനക്കറിയാം, ഞാൻ കൊറേ കാലമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ജിബിതാനെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഇല്ല, അവിടെ മീൻസ് അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല, ലിറ്ററലി ഫോളോ അല്ല, ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ അറിയാം, പണ്ടേ അറിയാം. എന്നിട്ട് ജിബിത, ഞാൻ പറയട്ടെ, എന്നെക്കാളും എന്ത് ഇതാന്ന് ഈഗിളിന് കൂടുതൽ, അങ്ങനല്ല, സോറി, ഈഗിളുടെ എന്ത് കണ്ടിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പറ? ഈഗിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ പറ? പറ, കേക്കട്ടെ. ഇത് കല്യാണം മുടിഞ്ഞ് ഞാൻ പറയട്ടെ, ഫ്ലൈറ്റിലാ? ഫ്ലൈറ്റിലെന്താ? എയർ ഹോസ്റ്റസ് അല്ലേ? എയർ ഹോസ്റ്റസാ? അതാണ് ഡബ്ല്യൂ ബ്രോ, പണിക്ക് വേണ്ട പൈസ പോണ്ട. അങ്ങനെ ആക്കണല്ലേ? പോയിട്ടോ. ഓക്കെ ഓക്കെ, സി യു. ഞാൻ മെസ്സേജ് അയക്കാം. പോയിട്ടോ. നല്ല സേവ് ചെയ്ത്. കല്യാണം മുടങ്ങി, തീർന്നു. വീട്ടിൽ നിന്ന് കോള് വരുമ്പോ മുറിയടിച്ചത് വെറുതെ ആയി. ഈകളുടെ എന്താ ഇഷ്ടം ചോദിച്ചില്ല? നീക്കൊന്നും പറയല്ലേ. അതിനെന്താ എന്താ ഇഷ്ടം? പെട്ടെന്ന് വിളിച്ചു. എന്റെ കൊറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് ആരുടെങ്കിലും കല്യാണം മുടക്കണം. നല്ല കാര്യം, വളരെ നല്ല കാര്യം. കല്യാണം പോണമെന്നൊക്കെ. നീ ഇപ്പൊ എന്താ പരിപാടി? ഞാനിപ്പോ എന്താ, നീ സങ്കട ലൈഫിലേക്ക് തിരിച്ചു പോകണം. നീ പോയി കഴിഞ്ഞാൽ എന്റെ ഹാപ്പിനെസ് പോയി. നീ സങ്കട ലൈഫിലേക്ക് ഞാൻ തിരിച്ചു പോകും. അപ്പൊ ത്രൂ ഔട്ട് നിന്റെ ലൈഫ് ഹാപ്പിനെസ് വേണമെന്നാണ് നീ പറയണേ? അങ്ങനെ ഉണ്ടാവില്ല, നമ്മ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും കിട്ടിയ നല്ലതല്ല. അങ്ങനെ അത് കൊള്ളാം. നിനക്ക് എന്നെ ഹാപ്പി ആക്കാൻ പറ്റും. നല്ല കാറ്, അങ്ങനെ കാറ് വെച്ച് ഹാപ്പിയാക്കാം. റൈഡ് ഉണ്ടായാൽ മതി. റൈഡ് ഉണ്ടോ നമുക്ക് ഓടിക്കാന്താ? എടാ, ഒരു വണ്ടി നീ പകൽ ഓടിച്ചാണ്, നാളെ എന്റെ വണ്ടി നിന്റെ കൈ തരിക. അടിച്ചോണ്ട് കാരണം ഞാൻ പറയട്ടെ, ഒരു 10 മീറ്റർ ഓടിക്കാനാ. 10 മീറ്റർ പ്ലീസ്. അല്ലെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിലൊന്ന് ഇരുത്ത്. 5 മീറ്റർ ഓടിച്ച് ഞാൻ നിർത്തും. ആടാ പ്ലീസ്. ഒന്നും പറ്റില്ല. സർവീസ് ചെയ്ത് ഇറക്കിക്കൊണ്ട് വന്നതേ ഉള്ളൂ. കൊറേ മോഡ് ചെയ്തല്ലോ വണ്ടി. കൊറേ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോ വണ്ടിനോടുള്ള ഭയങ്കര ഒരു ഇത് വന്നിട്ടുണ്ട്. പണ്ട് ഞാൻ സ്നൈപ്പർ കിങ് ആയി നടക്കുന്ന ടൈമൊന്നും എനിക്ക് വണ്ടി പൊട്ടന്മാരെന്നാ ഞാൻ വിളിക്കാൻ വരല്ലോ. വണ്ടീനോടൊന്നും വലിയ ഇതുണ്ടായില്ല. പക്ഷെ ഇപ്പൊ കുറച്ചാലും വണ്ടീനോട് ഭയങ്കര ഒരു എനിക്ക് ബാബ്സിന് അറിയാമോ? ബാബ്സിന് ഭയങ്കര ഓൻ്റെ കണ്ടാൽ എനിക്ക് വണ്ടിനോട് ഭയങ്കര ഒരു ഇത്. ഓൻ്റെ ഒരു വണ്ടീൻ്റെ ഒരു ചെറിയൊരു ഇതെല്ലാം ഉണ്ട് ഇതിന്റെ. അത് അത്രയില്ല, എന്നാലും നൈസ് സാധനമാണോ അത്? പക്ഷെ അത് പറഞ്ഞില്ലേ, അത് മേടിച്ചൊരു ബാബ്സിന് അത്രയില്ല. നീ പോരാ കൊട്ടന്റെ വണ്ടി പോരാ. ബാബ്സിന്റെ അത്രയില്ല. അങ്ങനത്തെ വണ്ടിയല്ലല്ലോ, റേഞ്ച് വ്യത്യാസം വേറെ. ഞാനൊരു കാര്യം പറയട്ടെ, ബേസിക്കലി ഞാനൊരു വണ്ടി പ്രാന്തനാ. എനിക്ക് പല വണ്ടിയും മോഡ് ചെയ്ത് ഇറക്കലാണ് പരിപാടി. നിന്റെ അത്ര പോലെ വണ്ടി. എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അതുകൊണ്ടാണ് വണ്ടി മാറ്റിയത്. നീ വണ്ടി മാറ്റിയാ? ഇതന്നല്ലേ, ഇത് മോഡ് ചെയ്തതല്ലേ? അല്ല, BM എടുത്തില്ലേ? അതില് കുറെ മോഡ്സ് ഉണ്ട്, അപ്പൊ അതെല്ലാം ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കാ അവിടെ. അപ്പൊ അത് കിട്ടിയില്ല, കുറച്ച് സാധനങ്ങൾ വന്നില്ല, അതെല്ലാം ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കാം. സ്പോയിലർ അങ്ങനെ കുറച്ച് സാധനങ്ങളൊന്നും വന്നില്ല, അതെല്ലാം കൂടി ചെയ്ത് ഒരുമിച്ച് ഇറക്കാന്ന് വിചാരിച്ചു. അപ്പൊ തിങ്കളാഴ്ച വൈകിട്ട് കിട്ടത്തുള്ളൂ. ഷോറൂം ഇന്ന് വണ്ടിയില്ലടാ, സൈക്കിളോലും ഇല്ലടാ. രാത്രിയിലാവുമ്പോ സങ്കടം വരും. സത്യം സ്വന്തമായിട്ട് വണ്ടിയില്ല. വണ്ടിയില്ല, വണ്ടി വാങ്ങാം. നീ നോക്കി നോക്കാം.
ആ വണ്ടി ഇറക്കും എന്റെ വണ്ടി ലോഞ്ച് ഞാൻ എന്നെ വിളിക്കും. എന്റെ മുന്നിൽ നിന്ന് എന്നെ വിളിക്കണം. എന്റെ മുന്നിൽ ഇത്രയും ഫ്ലെക്സ് ചെയ്ത സ്ഥിതിക്ക് ഞാൻ എന്റെ മുന്നിൽ നിന്ന് ഞാൻ വണ്ടി ഉറപ്പിക്കണം. കാര്യം പറയാം. ഉറപ്പായിട്ടും വണ്ടി എടുക്കാം. അതൊരു പുതിയ BM തന്നെ ഇറക്കാം. അതുകൊണ്ട് എല്ലാവരും BM-ൽ പോകുന്നിപ്പോ. അല്ല എനിക്ക് ഒരു സെഡാൻ വണ്ടി എടുക്കണമെന്ന്. ഞാൻ ഒരു സെക്കൻഡ് സിവിക്കാണ് നോക്കിയത് മോഡിഫൈഡ്. പക്ഷെ അത് കുറേ പോലീസ് കേസ് ഉള്ളതുകൊണ്ട് ആ പ്ലാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തതാണ്. പിന്നെ അത് ഇത് സർവീസ് ചെയ്യാൻ പോയപ്പോൾ അവിടെ കിടക്കുന്ന കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. അല്ല അങ്ങനെ പെട്ടെന്ന് പ്ലാനൊന്നും ഇല്ലായിരുന്നു BM എടുക്കാൻ. സിവിക്ക് ഒരു മുതലാണ്, നല്ലൊരു പരിപാടിയാണല്ലോ അത്. ഒരു മോഡിഫൈഡ് സിവിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതൊരു ലെജൻഡറി സ്റ്റോറീന്റെ തുടക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. സിവിക്ക് സിവിക്കലാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അഫോർഡ് ചെയ്യാം. പെറ്റിയെടുത്ത് കൊണ്ട് കിടക്കേണ്ടി വരും, അതേ ഉള്ളൂ. മോഡിഫൈഡ് ഒക്കെ എടുത്താൽ അത് ഓടിക്കാൻ വേണ്ടി കിട്ടും. ഓടിക്കാൻ പഠിക്കണം. ഒന്നും ഓടിക്കാന്നാടാ, ഞാൻ എന്തു വേണേലും ചെയ്തടാ. എന്തും ഓടിക്കാന്നാടാ. ഒരു പ്രാവശ്യം ഒറ്റ പ്രാവശ്യം ആരും കാണൂല. അല്ല അങ്ങനല്ല, ഒറ്റ പ്രാവശ്യം പ്ലീസ്. അതന്നെ വണ്ടി ഓടിക്കുന്ന ഞാൻ ചോദിച്ചത്. പകലൊരു വണ്ടി നീ ഓടിച്ചാണ് നിനക്ക് നാളെ വണ്ടി തരും ഉറപ്പാ. ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെയല്ലാന്ന് ഒരു വണ്ടി നീ താക്കോലെടുത്ത ഞാൻ എടുക്കാം. ഹലോ, ഞാൻ പറയട്ടാ, ട്രാവൽ എടുക്കാം, ഞാൻ എടുക്കാം. അപ്പൊ ഞാനോ ആരും കൂട്ടറാ. നമുക്കൊരു ഫോട്ടോ നല്ല ലേറ്റ് ഉള്ള എടാ ഫോൺ ഒന്ന് ഫോട്ടോ എടുത്തരോ. ആരാ നല്ല ഫോട്ടോഗ്രാഫർ? നീ ആ ക്യാമറ പിടിച്ചാ അപ്പൊ അറുപതും കൂടിയിട്ട് കൊടുത്തേ. നീ ഒന്ന് ഫോട്ടോ എടുക്കും. സർബക്സിന്റെ ഉള്ളിൽ കയറണം. മറ്റേ ഫോട്ടോ നല്ല ഇഷ്ടം പോലെ എടുക്കണേ. വീട്ടിലായിട്ട് എടുക്കണം. കിട്ടോ ഉണ്ട്. ഇത് എന്റെ സൈനാണ്. ഇങ്ങനെ ഡബ്ല്യൂ ആയില്ലേ? മറന്നുപോയല്ലോ. ബാബാ എടുത്താക്കൂല. ഞാൻ ഓടിക്കാം. വണ്ടീനോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇവന് വണ്ടി ഫോട്ടോഗ്രാഫാണെന്നുണ്ടോ? എല്ലാവരും ഇത് പോസ്റ്റ് ചെയ്യില്ല, പേടിക്കണ്ട. സ്റ്റോറി കേട്ടെ.
നീ പണി തുടങ്ങിയല്ലേ ഇനിയിപ്പൊ എല്ലാരും സെൽഫി എടുക്കാൻ വരും. പോയാട്ടാ നീ 10ാമത്തെ പ്രാവശ്യം എന്നോട് സെൽഫി വയ്ക്കുന്നു. വീട്ടിൽ പോടാ. എടാ കാര്യം പറഞ്ഞിട്ട് ഇവ 10 പ്രാവശ്യം റൗണ്ട് അടിച്ചിട്ട് എന്നെക്കൊണ്ട് സെൽഫി എടുപ്പിച്ചടാ ഇതേ സ്ഥലത്ത്. ഇവ നേരത്തെ കറുപ്പ് ഡ്രസ്സില അല്ല നിനക്ക് ഓർമ്മയില്ലേ? ഹാഫ് കൈ കറുപ്പില് വന്നതാ നേരത്തെ. ഡ്രസ് മാറിയിട്ട് പിന്നെയും വന്നത്. എന്താ മംഗലത്തിന് ചോറ് കൊടുക്കുന്ന ഇവിടെ ഡ്രസ്സും മാറിയിട്ട് പിന്നെയും വരുന്നത്. എടാ ഞാൻ ഓടിക്കോളാം. ഞാൻ കുറച്ച് ദൂരമാടാ. മെയിൻ റോഡ് ഇറക്കാം. വാ മെയിൻ റോഡ് ഞാൻ എടുക്കട്ടെ. ഓക്കെ എന്തോ സാധനം വീഴുന്നുണ്ട്. ഡ്രീം ബോയ് നീ ആ എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഈകള് കണ്ടില്ല. MRC ഡ്രീം ബോയാ. എടാ നീ ബാക്കിൽ കയറോ? ഇല്ല നീ കയറിയോ? ഓർഡർ അതൊരു ഹോക്കി സ്റ്റിക്കാ. കല്യാണ ബസ്സാ. കല്യാണ ബസ്സാ. എന്താ സംഭവം? ആരുതാ മംഗലോ? എന്താ സംഭവം? കല്യാണ ബസ്സാണോ? അതെങ്ങനാ? സാറ്റലൈറ്റ് ഇല്ല അത് 360 അല്ല. ഇതെങ്ങനെ ഇതിന്റെ മുകളിൽ ക്യാമറ? നമ്മുടെ മുകളിൽ ക്യാമറ ഉണ്ടോ? ഇല്ല 360 എങ്ങനെയാ? എന്നാലും കാറിന്റെ ഹുഡ് എങ്ങനെ? ചുമ്മാ അതൊരു ഇത് മാത്രമാണ് ഗ്രാഫിക്സ്. അത് വണ്ടിയുടെ കളർ. വണ്ടി ബ്ലാക്ക് അല്ലേ, പിന്നെ ഇങ്ങനെ വൈറ്റ് വരുന്നത്. ഞാൻ പറയട്ടെ ഇപ്പം വന്ന് ഡ്രൈവിംഗ് ഫുൾ ഭയങ്കര ഈസി ആയി തോന്നിട്ട്. ഇത് നോക്കിയാ നീ കറക്റ്റ് എല്ലാം കാണിച്ചിരുന്നു. നോക്കിയാ ശരിക്കും TPP ഡ്രൈവ് ചെയ്യുന്ന പോലില്ലേ? നോക്കിയാ നീ. അത് പക്ഷേ വണ്ടി മൂവ് ചെയ്താ ഇനി എങ്ങോട്ട് പോകുന്ന വരെ ഷെയറിംഗ് ഇരിക്കുമ്പോ ഇത് എങ്ങനെ പോകുന്ന വരെ കാണിക്കുന്നതില് വരട്ട് കാണിക്കുന്നു. എടാ എന്നെ കൊല്ലാൻ പോന്ന്. എടാ ഞാൻ വെറുതെ പറഞ്ഞത്. ഞാൻ റെസ്പെക്ടോടെ നിന്നോളാം. സോറി വാസോണ്ട. സോറി വാസോണ്ട. എടാ എന്നെ കൊല്ലല്ല. ഇല്ല ഞാൻ ഭയങ്കര ബെസ്റ്റ് ഡ്രൈവർ സിറ്റി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് MGRPയിൽ നിൽക്കുന്ന സമയത്ത്. നീ പേടിക്കണ്ട. ഇവൻ എന്നെന്തോ പണി തരാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. ഞാൻ കൊട്ടാന്ന് വിളിക്കൂല. സോറി വാസോണ്ട. സോറി വാസോണ്ട. സോറി ഇല്ല. അയ്യോ കാര്യമായിട്ട് ഓടിയാണ്. സത്യം സ്പീഡ് ഓടിയാണ്. തമാശ കളിക്കല്ല. എന്താളിയാ? ഞാൻ പറയട്ടെ എനക്ക് വീട്ടിൽ പോണം. ഇല്ല ഞാൻ പയ്യ പോണേ. എനക്ക് വീട്ടിൽ പോണം. വീട്ടിൽ കൊണ്ടുവിടാം. പിന്നെ എവിടെ കൊണ്ടുവിടണം? എനക്ക് ഉമ്മാനെ കാണണം. സ്ഥലം ആർക്കറിയാം? പോലീസ്. എടാ നീ എന്നെ അടുത്തേക്ക് കൊണ്ടുപോന്നെ. ട്രാപ്പ്. പോലീസാ? എടാ വാസുവിനെ ട്രാപ്പാക്കി. ഇത് വേറെ പോലീസിന്റെ ക്വാർട്ടേഴ്സിലോട്ടുള്ള വഴിയായിരുന്നു. പോയി കൊണ്ടുപോയി സാർ. പോയോ? നിന്റെ സ്പീഡിന്റെ അലാക്കിന്റെ സ്പീഡ് കാരണാണ്. നെറ്റൊന്നും ഇതൊന്നും ഇതുമായിട്ട് ഇതാക്കാൻ കഴിയില്ല. നെറ്റിനൊന്നും ഇല്ലല്ലോ. സൗണ്ട് സിസ്റ്റം നോക്കുന്ന അറിയുന്നു. ഇതില് സൗണ്ട് സിസ്റ്റം പ്രത്യേകത. സൗണ്ട് സിസ്റ്റം കുറച്ച് വിഷയമാണ്. എനിക്കെന്താ സൗണ്ടിനോടും ക്രേസ് ഉണ്ടോ? പോയോ? നിന്റെ സ്പീഡിന്റെ അലാക്കിന്റെ സ്പീഡ് കാരണാണ്. നെറ്റൊന്നും ഇതൊന്നും ഇതുമായിട്ട് ഇതാക്കാൻ കഴിയില്ല. നെറ്റിനൊന്നും ഇല്ലല്ലോ. സൗണ്ട് സിസ്റ്റം നോക്കുന്ന അറിയുന്നു. ഇതില് സൗണ്ട് സിസ്റ്റം പ്രത്യേകത. സൗണ്ട് സിസ്റ്റം കുറച്ച് വിഷയമാണ്. എനിക്കെന്താ സൗണ്ടിനോടും ക്രേസ് ഉണ്ടോ? പ്ലേ ചെയ്തോ? എനിക്ക് ബേബിജിന്ന് അറിയോ? ബേബിജിന്റെ എല്ലാ പാട്ടും സൂപ്പറാ. സൂപ്പർ. 2023 സൂപ്പർ എന്നുള്ള വാക്കെല്ലാം ആരെങ്കിലും ഉപയോഗിക്കുമല്ലോ.
സൂപ്പർ. ചില കമന്റ് സെക്ഷൻ കണ്ടില്ല, സൂപ്പർ ബ്രോ. ഈകളുടെ ഫേവററ്റ് പാട്ട് അറിയാത്ത പാട്ടാ. ഇപ്പൊ ഒരു പുതിയ പാട്ട് ഇറങ്ങിയാണല്ലോ, മറ്റേ എന്തോ മലബാർ ബാങ്. Boy, you're a banger, Malabar gang. അന്റെ കുണ്ടി ധരിക്കുന്നടാ. Color drip, my bullet drip, right from the top, boy, that chain on your neck, boy, that feel like it, just in case when you hit, boy, that feel like it. ബാക്കിലിരിക്കുന്ന ആൾക്ക് ഭയങ്കര സീനായിരിക്കും. തലവര അറിയുന്നുണ്ട്. ആർക്കറിയാം ഇത് നല്ലത്. സബ്വേ നമുക്ക് അപ്പുറത്തെ സൈഡാ വരുന്നത്. ഏതാ ഇനിയും പോണോ? നമ്മുടെ അപ്പുറത്തെ സൈഡ്. ഇനിയും പോണോ? നമ്മളെവിടെയാ? എന്നിട്ട് എന്താ പരിപാടി? നീ എന്തിന്റെ ഇടക്കായിരുന്ന? എടാ ഞാൻ BM-ന്റെ ഒരു ഇത് മേടിക്കാൻ വേണ്ടി ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് വന്ന. അവർക്ക് അവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു, അവർക്ക് അവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു. അപ്പൊ നമ്മള് മേടിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പോയതാ. മെസ്സിനെ കണക്കിന് കാണാൻ പറ്റി. അമ്മച്ചാറ് തൂറാ മുട്ടി, പാട്ടും വൈത്തും കൂടെ കൂട്ടി, ഞാനും വാങ്ങിയരിക്കായാക്കി സുക്കുണ്ടായി ഒരു ശരിയും കൂട്ടി, നാടിട്ടും എനിക്ക് റാപ്പർ ആണെന്നുണ്ടോ? എനിക്ക് ഓരോ ടൈം ഓരോ ആഗ്രഹങ്ങളാണ്. ഗെയിം കളിച്ചോണ്ട് ഗെയിമർ ആണത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്ന് സ്ട്രീമർ, അയാൾ സ്ട്രീമർ ആണത്. ഇപ്പൊ എനിക്ക് വന്നൊരു റാപ്പർ ആണ്. എനിക്ക് അങ്ങനെ ഉണ്ട് ഇടക്കിടക്ക് ഡ്രീംസ് മാറുന്നത്. ഇല്ല, എനിക്ക് നല്ലൊരു സ്ട്രീമർ ആയാൽ മതി. സ്റ്റിൽ ഓ അടാ നീ അയാൾ സ്ട്രീം ചെയ്യടാ. അറിയാം ഇവന്റെ ഹാപ്പിനെസ്സും കൊണ്ട് പോയെന്ന്. എടാ ഞാൻ ഓടിച്ചടാ, വണ്ടി ഓടിച്ച്. നീ എല്ലാം നടക്കാൻ ഓടിക്കാറില്ല, പറഞ്ഞോടിച്ച്. എങ്ങനെയുണ്ട് എന്ത് പോയി ചാമ്പി കൊടുക്കാണ്. ഇവ ഇന്നലെ ചാമ്പി മരച്ചാമ്പി. ഇവനാ നാളെ ചാമ്പിയത്.
സ്റ്റോറി ഉണ്ട്. നിങ്ങൾ എന്താണ് വലിച്ചിളക്കിക്കൊണ്ടിരുന്നത് അവിടെ? വലിച്ചിളക്കിക്കൊണ്ടിരുന്നത് എന്തായിരുന്നു? വണ്ടി പോവുകയാണെങ്കിൽ ആ ബമ്പർ ഫെൻഡർലൈനും സംഭവില്ല. ഹുക്കുമില്ലേ, ഹുക്കും ബീജിയം കേട്ട് പവറായി ആ സംഭവം. പവർ ഇവന് ഓവർ എനർജി കയറിയാ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ഇവനോട് എപ്പം പറയും ഓവർ എനർജി ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി തൂരി തീർക്കുക. കാരണം ഇത് ഏടെയാന്ന് നമുക്കെല്ലാം കുറച്ച് എനർജി ഹൈപ്പറാകുമ്പോ നമുക്ക് ഇത് ഏടെല്ലാം യൂസ് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ലേ. ഇവന് ആ ഐഡിയ ഇല്ല. ഇവൻ എന്തെങ്കിലും ചെയ്യണം. അതിന് ആക്സിലേറ്ററിൽ ചവിട്ടി പിടിച്ച് അങ്ങനെ കൊണ്ടുപോയി കൊളത്തി. എന്തോ ഭാഗ്യത്തിന് ആർക്കും ഒന്നും ആയിട്ടില്ല. ഇവൻ മുമ്പ് ബമ്പർ ഇളക്കി ചാടുന്ന കണ്ടിട്ടില്ലേ? നമ്മള് ബാക്കിൽ പോയി അടിച്ച വണ്ടിക്കാറില്ലേ, അവര് വരെ ചിരിക്കാന്ന് ഇവന്റെ ഇത് കണ്ടിട്ട്, ഇവന്റെ കളി കണ്ടിട്ട്. അണ്ണനെല്ലാം ആ ഷർട്ട് പോയിട്ട് അണ്ണനെല്ലാം ലോറിന്ന് ക്ലീനർ ഇറങ്ങി വന്നിട്ട് കളിക്കുന്ന പോലെ കളിച്ചേ മീൻ വണ്ടിന്ന്. ഷർട്ട് ഫുള്ള് ചളിയായി. ഷർട്ടൊന്നുമില്ല, റോഡിൽ എന്തൊക്കെയോ പറിച്ചെറിയണേ, ഫുള്ള് ചളിയായി. പിന്നെ ഒരു വണ്ടിയിലിട്ട് എന്നിട്ട് ബമ്പർ പൊട്ടി, ബമ്പറിന്റെ പീസ് എടുത്ത് ചാടി ഫെൻഡർ വലിച്ചു പൊട്ടിച്ചിട്ട് വേറെ എന്തെങ്കിലും വണ്ടി പോവാണ്ടേ. അതെന്താ ഇതെന്താ അടുത്ത് പി സി അല്ലേ? അടുത്ത് പി സി അല്ലേ? അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പി സി യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എങ്ങനാ ഷോവാ? ശരിക്കും വർക്ക് ചെയ്യുന്നതാ പി സിയാ? ഹലോ, ആരാ ഇതാരാ? ഷെരീഫിന്റെ അണ്ടി അടി. ഇത് ആരാ നടാ? നീ ആർക്കല്ല എന്റെ നമ്പർ കൊടുക്കും. ഇത് ആരാണ് ആള്? ഏതോ ഷെരീപ്പൂ നാക്കുന്ന വിളിച്ചിട്ട് ഞാൻ ഷെരീഫ് പോന്ന്. ഇതെന്ത് അടാ ഞാൻ കേട്ടെ, ഇത് വെറുതെ ഷോ അല്ലേ? വർക്കാവോ? ആരാണോടാ ഇത്? ഹലോ, ഇത് ആരാന്ന് ബ്രോ? ഇങ്ങക്ക് ഏറുന്ന നമ്പർ കിട്ടിയ? മാട്ടൂല ഷെരീഫുവാ? നിങ്ങൾക്ക് എങ്ങനെ ഈ നമ്പർ കിട്ടിയത്? നിങ്ങ ആരാ? നിങ്ങൾക്ക് എന്നാ വേണ്ടത്? ആര് എപ്പോ? ഞാൻ ഒരു മനുഷ്യന് ഞാൻ നമ്പർ കൊടുക്കലില്ല. ഷെരീഫോ? ഏത് ഷെരീഫോ? ഹലോ, ഡിപ്രഷൻ അടിക്കുമ്പോ എന്നെ വിളിച്ചാ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്പർ തന്നാ? അല്ലാണേ എടാ, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല കേട്ടാ. എടാ എന്താ നിന്റെ ഡിപ്രഷൻ? എന്താ ബാഡ് മൂടാ? ഞാനൊരു കാര്യം പറയട്ടെ. എടാ അടുക്കളയിലേക്ക് പോവാ. കത്തി മൂർച്ചയുള്ള എന്താ കത്തി ഏതാ മൂർച്ചയുള്ളതെന്ന് നോക്കുക. എടാ ഞാൻ കാര്യം പറയുന്നേ, നീ ഇപ്പൊ ജീവിച്ചിട്ട് ഈ ലോകത്തിന് ഒരു ഉപകാരവും ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ. അത്രയും പെട്ടെന്ന് മുകളിലേക്ക് പോയാൽ അത്രയും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മോനെ ഷെരീഫു, ഞാൻ കാര്യം പറയട്ടെ, നിന്റെ പേര് കേട്ടാൽ തന്നെ അറിയാം നിനക്കൊരു പെണ്ണ് പോലും കിട്ടും. ഷെരീഫു എന്ന് നീ എങ്ങനെയാന്നാടാ പറയാ? ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ എങ്ങനെ ഈ പേര് പറയാ? എടാ നിന്റെ പേര് കേട്ടാ അറിയാം. ഞാൻ കാര്യം പറയുന്നത്, നീ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ കാര്യം പറയുന്നത് ഒന്ന് വെച്ചിട്ട് പോയിക്കോ. പിന്നെ ഞാൻ എന്നാ പറയണ്ട എന്നോട്? ഞാൻ എടാ മുത്ത എന്താ നിന്റെ വിഷമം പറ. എന്താ നിന്റെ വിഷമം പറ. എന്ത്? ഓ, നിനക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലാത്തതിന്റെ പ്രശ്നം. ഷെരീഫുക്ക് ഞാൻ ഗേൾ ഫ്രണ്ടിനെ ഒപ്പിച്ചേരും. പോരാ ഞാൻ എന്നെ വിളിക്കും. അല്ല തമാശ അല്ലാണ്, ഞാൻ തമാശ പറയുന്നില്ല. ഉമ്മ തത്തിയിട്ട് ഞാൻ പറയാം. ഞാൻ ഉമ്മ തത്തിയിട്ട് കളറില്ല. ഷെരീഫുക്ക് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഗേൾ ഫ്രണ്ടിനെ എങ്ങനെ മീൻസ് സെറ്റാക്കി തരുമെന്ന് ഉമ്മാണ് ഞാൻ ഇടുന്നില്ല. ഞാൻ ട്രൈ ചെയ്യും ഞാൻ മാക്സിമം. ഓക്കെ പോരാ? ഹാപ്പി? ഓക്കെ ഞാൻ വിളിക്കാടാ. ഞാൻ ഈഗിളിനെ ഒന്നിച്ചാന്ന്, അതുകൊണ്ടാണ്. ഞാൻ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ എന്നെ വിളിച്ചാ ഞാൻ ചൂടായത്. സോറി ഏട്ടാ, ഞാൻ എന്നെ വിളിക്കാം. ഓക്കെ ഷെരീഫ് അല്ലേ? ഞാൻ നമ്പർ സേവ് ചെയ്യാം. ഞാൻ നമ്പർ ഇപ്പം തന്നെ സേവ് ചെയ്യാം. ഓക്കെ ബൈ, സീ യു. ഷെരീഫ് അടുത്ത പ്രോജക്ട് ഷെരീഫ്. അതെന്ത് പേരാണ്? ഇങ്ങോട്ട് താക്കൂല അടുത്ത് ഞാനല്ല പറഞ്ഞേ. രാവിലെ നമുക്ക് ഓടിക്കും. നീ എന്താ അടുത്ത പരിപാടി? എന്താ ഞാൻ പരിപാടി ഒന്നും ഇല്ല. ഞങ്ങള് നേരെ ഇപ്പം ഡ്രീമർ എടുത്തോണ്ട് പോകണം. ഡ്രീമർ എവിടെയാ? അവൻ കാക്കനാടാ. അപ്പൊ അങ്ങോട്ടൊന്ന് പോകണം. വരുന്നു എന്നെ കൂട്ടോ? തമാശല്ല, കാര്യം ചോദിച്ചേ. ഞാൻ അവൻ എന്തോ പ്രശ്നമാടാ, എനിക്ക് വണ്ടിയില്ല. ഞാൻ ഊബർ വിളിച്ചാൽ വഴിയോ പോണമാരൊക്കെ വിളിക്കാതെ ഞാൻ വിളിച്ചാലേ ഞാൻ ആയി പറഞ്ഞതാ.
നമുക്ക് വണ്ടി ഇല്ലടാ, അതാ സീൻ. ഞാൻ ഈ ഊബറും പിടിച്ചിട്ട് ഇങ്ങോട്ടെല്ലാം പോകുന്നടാ. ആണോ? അതാ സീൻ. മറ്റേ ഇതിന് ശരിയാക്കട്ടെ ലേറ്റ് ആവില്ലേ? വിട്ടോ അല്ലെങ്കിൽ വണ്ടി എടുത്തോണ്ടോ? അതെ സത്യം. അപ്പൊ ഞാനങ്ങോട്ട് തെറിക്കണം. ശരി, കാണാം. ഞാൻ വരണോ? പരിചയപ്പെട്ടത് കൂട്ടോ വന്നിട്ട് കൂട്ടോ എന്നെയും കൊണ്ടുപോടാ. പോയിട്ട് വരാം. അവിടെ പോയിട്ടോ. ഓക്കെ ബ്രോ സിയോ. ഓക്കെ മച്ചാനെ കാണാം. ഓക്കെ ബ്രോ കാണാം. ബ്രോ കാണാം. ശരി പോയിട്ട് വരാം. ഡബ്ല്യൂ നൈറ്റ് ബ്രോ, ഡബ്ല്യൂ നൈറ്റ്. ഞാൻ കാര്യം പറയാം. പോയിട്ട് വരാം. പോയിട്ട് വരാം. കൊട്ടവാസ് അത്ര സ്നേഹമുള്ള മനുഷ്യനാണ്. ഞാൻ കാര്യം പറയട്ടെ, ഇത്രയും സ്നേഹമുള്ള മനുഷ്യൻ, സോറി ഞാൻ കാര്യം പറയല്ല, ഞാൻ പല പ്രാവശ്യം കൊട്ടാന്ന് വെച്ച് കളിയാക്കിയിട്ടുണ്ട്. ഞാൻ കാര്യം പറയില്ല, ഇത്രയും സ്നേഹമുള്ള മനുഷ്യൻ. കുറച്ചുകൂടെ പറയണം, കുറച്ചുകൂടെ കേക്കട്ടെ, കേട്ടിട്ട് പോവാം. കാര്യം പറയാം, ഞാൻ എൻ്റെ ഉള്ളിൽ തട്ടി പറയുന്നത് ഇത്രയും സ്നേഹമുള്ള മനുഷ്യൻ. ഞാൻ കാര്യം പറയാം ലോകത്ത്, ഞാൻ അങ്ങനെ അത്രയും സ്നേഹമുള്ള മനുഷ്യനാണ് ഞാൻ വിചാരിച്ചില്ല. മെസ്സിനെ കണക്കിന് കാണാൻ കിട്ടി പാവോടെ എത്ര സമയം ഊബർ വിളിച്ചിട്ട് ഒരു ഊബർ കയറ്റിയതിന്റെ കഷ്ടപ്പാടാന്ന് ഇപ്പം കഷ്ടപ്പെടുന്ന അസ്കു. സോറി അസ്കു. വാ പോവാ, നിങ്ങളെ ഞാൻ ഫ്രീ ആക്കാൻ പോയത്. വാ എടാ പോയിട്ടോ. ഓക്കെ, ഐ ലവ് യു കൊട്ടെ. എല്ലായിടത്തും വിളിക്കാം. ആ വിളിക്കാം. ശരി പോയിട്ട് വരാം. പോയിട്ട് വരാം ബ്രോ. എടാ എന്റെ സന്തോഷം പോയടാ. തിരിച്ചു പൊട്ടിച്ചു പോന്ന് നോക്കിയാ എന്റെ സന്തോഷവും കൊണ്ടും പോയടാ. എന്റെ സന്തോഷവും കൊണ്ടും പോയടാ. കാര്യം പറയാലോ. മുന്നിന്റെ വണ്ടിയാ എടാ? ഒരു വണ്ടി പോലും കണക്കിന് കാണാൻ കിട്ടി. എമ്മച്ചാറിന് ദൂരം മുട്ടി കാട്ടും കൂട്ടി ഞാനും വാങ്ങിയ നല്ല